നബിദിനവേ കഴിഞ്ഞിട്ടുള്ളൂ. നബിദിനവേ കഴിഞ്ഞിട്ടുള്ളൂ. നബിയോടുള്ള സ്നേഹം മരിക്കുന്ന കാലം വരെ വേണം. ഇന്ന് സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നിന്റെ അത്താടെയും അമ്മാടെയും തറവാടിൻ്റെ പേരുൾപ്പെടെ റൗള ശരീഫിൽ ചെന്ന് പറയുന്ന ഉസ്വ. വേറെ ഒന്നും നോക്കണ്ട. മാതാപിതാക്കളുടെ കുടുംബ പേരുൾപ്പെടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും പേര് വരെ പറയും. സ്വലാത്ത് പറഞ്ഞ അത്രയ്ക്ക് മഹത്വമുള്ള ദിവസമാണ് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാർ നാളെ സ്വർഗത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു വാതിലല്ല 8 വാതിലും വിളിക്കുമ്പോൾ എന്നിലൂടെ കയറിപ്പോ, എന്നിലൂടെ കയറിപ്പോ എന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ അടിമകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ 8 കവാടവും മാടി വിളിക്കുന്ന മനുഷ്യനാകാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്കേ. 8 വാതിലും വിളിക്കണം. റോഡിൽ നിൽക്കുന്നവരും പൊക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇരിക്കണ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് കൂടിയാൽ മതി. ഇനിയിപ്പോൾ ഇടയ്ക്കൊരു വഴിയൊന്നും വേണ്ട, അടുത്തിരുന്നോളി. ഈ വഴി അങ്ങ് ഒഴിവാക്കിയാൽ മതി. സെൻട്രലിലെ വഴി, ഇങ്ങോട്ട് നീക്കിക്കോപ്പാ. ഇപ്പം എന്താ നാളെ പള്ളിക്കുഴി പോകണമെങ്കിലൊക്കെ സെൻട്രലിലെ വഴിയും വേണ്ട. ഇൻഷാ അല്ലാഹ് കയറിക്കോ. പാലത്തിൽ ഇരിക്കണ കാക്കാമാരെ സ്വർഗത്തിൽ കയറിയിരിക്കുക ഇത്തിരി നേരം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. കയറിക്കോ. സംഘാടകർ പിരിവിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായി സാർ? ഷഫീഖ് സാർ എത്ര ദിവസമായി സാർ? 5ാമത്തെ ദിവസം. നിങ്ങളിപ്പോഴും ഉണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് 4 ദിവസം കൊണ്ട് നല്ല പിരിവ. ഞാൻ എല്ലാ പ്രാവശ്യവും വന്ന് പിഴിയണമല്ല, ഈ പ്രാവശ്യം ഒന്ന് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഞാൻ പിഴിയാനൊന്നും ഇല്ല. എല്ലാവരുടെയും പോക്കറ്റ് സേഫ്റ്റിയാണ്. ബക്കറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടോളി, അത്രയേ ഉള്ളൂ. നിർബന്ധിക്കത്തൊന്നുമില്ല. എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങാനൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അള്ളാഹു, കാരണം ഒരു മനുഷ്യന് സദക്ക കൊടുക്കണമെങ്കിൽ ഓം വിചാരിച്ചാൽ പോരാ, അള്ളാഹ് തന്നെ വിചാരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ സദക്ക കൊടുക്കാൻ കഴിയൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ എന്തെങ്കിലും ഇടണമെന്ന് തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ ഇട്ടോളി. ഇൻഷാ അല്ലാഹ് അത് പൈസയാണെങ്കിൽ പൈസ, സ്വർണ്ണമാണെങ്കിൽ സ്വർണം, എന്താണെങ്കിലും ഇടാനുള്ളത് ഇട്ടോണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പം സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് വിളിക്കുന്ന അടിമയാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ അടിമയാകണമെങ്കിൽ ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വരിയുള്ള ഒരു സൂറത്ത്? 4 വരിയുള്ള ഒരു സൂറത്ത് എല്ലാ ദിവസവും ഓതാൻ കഴിഞ്ഞാൽ 8 കവാടത്തിലെ ഏതിലൂടെ വേണമെങ്കിലും കയറിപ്പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞുതരട്ടെ, ആ 4 വരി ഏതാന്ന് പറഞ്ഞുതരട്ടെ. എന്താ അപ്പോൾ വേണോ വേണ്ടേ? എത്ര മണി വരെ ഇരിക്കും? ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ അവിടെ ഇരിക്ക്. 11:15 വരെ ഇരിക്ക്. ആ സൂറത്തും പറഞ്ഞ് ഓതിയിട്ടങ്ങ് പോയേക്കാം. അള്ളാഹു അത് അവസാനത്തെ പോക്കാണെങ്കിലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരി എവിടെ ഇപ്പോൾ അവരിയ്ക്കണത്? അക്കരയിലല്ലേ? കനാലിൻ്റെ അക്കരയിലല്ലേ? സഹോദരിമാർ നിങ്ങളൊന്ന് അടുത്തിരിക്ക്. അടിയുണ്ടാകത്തില്ലല്ലോ, അടുത്തടുത്തിരിക്കുക എല്ലാവരും ഇൻഷാ അല്ലാഹ്. സഹോദരിമാരൊക്കെ ഒന്ന് കസേര പൊക്കിയിട്ട് അടുത്തടുത്തിരുന്നാൽ പുറത്തേക്കണ സഹോദരിമാർക്ക് കയറിയിരിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാരെ നോക്കിയിട്ട് ഓൻ വലിയ ഭാഗ്യവാനാ. കാരണം എന്തേ? നല്ല വീടുണ്ട്, വാഹനമുണ്ട്, പണമുണ്ട്, കൂടെ നടക്കാൻ മുന്നിലും പുറകിലും നടക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ട്. ചില ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് അവൻ വല്ലാത്ത ഭാഗ്യവാനാണെന്ന്. എങ്കിൽ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാരാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ സ്വഹാബാക്കളോട് പറഞ്ഞുകൊടുത്തു, സ്വഹാബ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാ, ഒരു വഴിയിലെ ഏറ്റവും നല്ല മഹാനാരാ, രക്ഷപ്പെട്ടു പോകുന്നവനാരാ, ദുനിയാവും ആഖിറവും വിജയിക്കുന്ന, യഥാർത്ഥമായ ദുനിയാവും ആഖിറവും വിജയിക്കുന്ന ഒരു വിജയെക്കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് 4 കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ
അവൻ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവനാണ്. അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഈ പറയുന്ന 4 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീയാണ് യഥാർത്ഥ വിജയി. ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവൻ നീയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശി നീയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതാണ് നബിയേ? ആ 4 കാര്യങ്ങൾ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു പോകുന്ന ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ഖൽബുൻ ഷാകിറാ, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ് ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാനും നിങ്ങളും നടന്നു പോകുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ, അല്ലാഹുവേ അങ്ങനെ നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവനാണെന്ന് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു വരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, വീട്ടിൽ വളർത്തുന്ന 4 കാലുള്ള ഒരു നായുണ്ടല്ലോ, അത് എവിടെയെങ്കിലും വെച്ചതിന് കഴിക്കാ ഭക്ഷണം കൊടുത്താൽ അതതിന്റെ നന്ദി കാണിക്കുമെന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്കറിയാമല്ലോ. പടച്ചുറപ്പ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് പണം തന്നു, സമ്പത്ത് തന്നു, വീട് തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു, കണ്ണ് തന്നു, കാല് തന്നു, കൈ തന്നു. അല്ലാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും പടച്ചുറപ്പ് ഇങ്ങനെ വാരിക്കോരി തരുന്നുണ്ട്. ആ തരുന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സുണ്ടോ വാപ്പാ? അല്ലാഹുവേ, നിനക്കിന്ന് വരെ എന്ന് തോന്നിയിട്ടുണ്ടോ അല്ലാഹു ചെയ്തു തരുന്ന ഈ അനുഗ്രഹങ്ങൾക്കൊന്ന് നന്ദി രേഖപ്പെടുത്താൻ? അല്ലാഹു നമ്മളോട് ആകെ ചോദിക്കുന്നതല്ലേ ഉള്ളൂ. അല്ലാഹു നമ്മളോട് ഇതെല്ലാം നമുക്ക് വേണ്ടത് മുഴുവനും തന്നിട്ട് അല്ലാഹു നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത്, നീ എനിക്ക് നന്ദിയുള്ളവനായി ജീവിക്കാനില്ലേ? എന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു തന്നിരിക്കുന്ന ഈ ജീവിതം നിനക്ക് സുഖിക്കാനുള്ളതല്ല. അല്ലാഹുവെ അടിച്ചു പൊളിച്ചു ആസ്വദിച്ച് മതിമറന്ന് നടക്കുന്നവരുണ്ട്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ട്. എങ്കിലും മോനെ, നിന്നെ എന്തിനാടാ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ലാഹു തന്നെ ചോദിക്കുകയാ. അല്ലാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, എടാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് കണ്ണ് തന്ന്, കാല് തന്ന്, കൈ തന്ന്, കരള് തന്നിട്ട്, നിനക്ക് കേൾക്കാനുള്ള ചെവിയതാ ശക്തി തന്ന്, എല്ലാം നിനക്ക് ഞാൻ തന്നിട്ട്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ടല്ല പറയുന്നു, അല്ലടാ, നിനക്ക് സുഖിക്കാനുള്ളതല്ലോ, നിനക്ക് ആസ്വദിക്കാനുള്ളതല്ലോ, നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ലോ. എടാ, നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ആയുസ് എനിക്കുള്ളതാ. അല്ലാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് നിന്നെ ഞാൻ പടച്ചതെന്ന് അല്ലാഹു പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, 24 മണിക്കൂർ അല്ലാഹു ഒരു ദിവസം നിനക്ക് തന്നിട്ട് 24 മണിക്കൂറും അല്ലാഹു നിന്നോട് ചോദിച്ചില്ലല്ലോ. അതിലെ ഒരു 25 മിനിറ്റ് അല്ലേടാ അല്ലാഹു നിന്നോട് ചോദിക്കുന്നത്. ആ 25 മിനിറ്റും നീ തിരക്കുള്ളവനാണ്, ഒരുമിച്ച് കൊടുക്കാൻ കഴിയാത്തവരാ. അതുകൊണ്ട് അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞ് ഒരുമിച്ച് വേണ്ട,
അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കടോ. എന്നിട്ട് ദുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ, ഇശാഇന്റെ ബാങ്ക് വിളിക്കുമ്പോ ഒരു ദിവസത്തിൽ 5 നേരം 25 മിനിറ്റ് എനിക്ക് വേണ്ടി തരാൻ അല്ലാഹു നമ്മളോട് തിരിച്ചു ചോദിക്കുമ്പോ അതുപോലും കൊടുക്കാ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, അള്ളാഹുവിന് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ അള്ളാഹുവിന്റെ പ്രവാചകനതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാ. അവിടത്തെ കാലങ്ങ് നീരുകെട്ടുകയാണ്, അവിടത്തെ കാലിങ്ങനെ നീരുകെട്ടിയിരിക്കുകയാ. പ്രവാചകന് വല്ലാത്ത പ്രയാസത്തോടുകൂടി നിസ്കരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, അല്ലാഹു അങ്ങയുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തന്നിരിക്കുകയാണല്ലോ, അങ്ങാണല്ലോ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്, പിന്നെ എന്തിനാണ് ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറാ, അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ, അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി ഇതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര, അള്ളാഹു തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, അള്ളാഹു നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു നിന്നിട്ടില്ലേ? അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സ് നിനക്ക് എന്തേ ഇല്ലാതെ പോയത്? ഒരു 25 മിനിറ്റ് അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം നീ കേൾക്കുന്നവനല്ലേ? അള്ളയല്ലേ വിളിക്കുന്നത്? എടാ, എന്നിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പടച്ചറപ്പിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ നിനക്കെന്തേ ഒന്ന് പള്ളിയിലേക്ക് കടന്നു പോകാൻ കഴിയാത്തത്? നന്ദി രേഖപ്പെടുത്താനുള്ള മനസ്സില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, കാരണമില്ലാതെ ഒരു വക്കത്ത് നമസ്കാരം കളയാക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദ്. നമസ്കാരം കളയാക്കില്ലേ, നമസ്കരിക്കാത്ത ഒരു മനുഷ്യനും ഇവിടെ നിൽക്കല്ലേ. ഉമർ തങ്ങൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ആ ഉമർ തങ്ങളാ പറയുന്നത്, നിനക്ക് താടിയുണ്ടെങ്കിലും നീ വഅദ് നടത്തിയാലും വഅദ് പറഞ്ഞാലും നീ എത്ര വലിയ സൽക്കർമ്മം ചെയ്യുന്നവനാകട്ടെ, ഒരേ ഒരു വഖത്ത് കാരണമില്ലാതെ ഇന്നത്തെ ദിവസം സംഘാടകർ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കളയാക്കിയിട്ടുണ്ടോ? നീ കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോ നമസ്കരിക്കാത്തവനെയും കുളിപ്പിച്ച് വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കകത്ത് കൊണ്ടുവച്ച് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവേ, പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് നമസ്കരിച്ച് നടന്നവരെ കബറടക്കുന്ന പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചിടാറുണ്ട്. എടാ, ഒരു പ്രത്യേകതയുമില്ലടാ. നിന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്നിട്ട് മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്നെ കൊണ്ടുവന്ന് കുടിച്ചിട്ടെന്ന് പറഞ്ഞ് നിനക്കൊന്നും കിട്ടാറില്ല, നിനക്കൊരു രക്ഷയുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ഇസ്റാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലെഴുതുമ്പോ കബറ് വെട്ടി പൊളിച്ചിട്ട് ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ്
എഴുന്നേറ്റ് വരികയാണ്. ആരാണ് എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് തന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് അതാ ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുമ്പോ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമസ്കരിച്ച മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാ. അവന് പ്രകാശിക്കുന്ന മുഖത്തോട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അതാ പള്ളിയിൽ കയറാത്തവനെയും ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുമല്ലോ. അവൻ എങ്ങനെയാ എഴുന്നേറ്റ് വരുന്നത്? അവൻ എങ്ങനെയാ എഴുന്നേറ്റ് വരുന്നത്? സഹാബാ, പന്നിയുടെ കോലത്തിലാണ് സഹാബാ. തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, കാഷ്ടം തിന്നുന്ന പന്നിയുണ്ടല്ലോ, ആ പന്നിയുടെ രൂപത്തിലാണ് അവൻ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മോനെ മെഹറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് തന്റെ അനുയായികളെ കാണുകയാ. അവിടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ കയ്യും കാലും കെട്ടിക്കിട്ടിരിക്കുകയാണ്. എന്നിട്ട് സബാനിയത്തിന്റെ മലക്കുകൾ കരിമ്പാറ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കയ്യും കാലം കെട്ടിക്കിട്ടിരിക്കുന്നവന്റെ തലയുടെ മുകളിലേക്ക് കല്ല് വലിച്ചെറിയുകയാ. അവന്റെ തലച്ചോറ് പോലും പൊട്ടിച്ചിതറുകയാണ്. അതാ താഴെ വീണ കല്ലെടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തല പഴയ രൂപത്തിലായിരിക്കുകയാ. അതാ വീണ്ടും അവന്റെ തലയുടെ മുകളിലേക്ക് കല്ലെടുത്തിടുകയാണ്. പടച്ചവനെ ഈ കാഴ്ച കണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ? ഇവരെന്ത് പാപം ചെയ്തവരാണ് ജിബ്രീൽ? ഇവർക്ക് ഈ ശിക്ഷ കിട്ടാറുള്ള കാരണം എന്താണ് ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇവർ അല്ലാഹുവിന് നന്ദി കാണിക്കാത്തവരാ. പടച്ചവനെ, അവൻ അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹുവേ അത് കേൾക്കാതെ നടന്നു പോയവനോ, പരിഗണിക്കാതെ നടന്നു പോയവനോ, അല്ലാഹു അവന് കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുമ്പോ, എടാ നിന്റെ വീടിന്റെ മുന്നില്, നിന്റെ കടയുടെ മുന്നിലല്ലേ പള്ളി കിരിക്കുന്നത്? ആ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ നീ കാണുന്നവനല്ലേ പടച്ചവനെ നടക്കാൻ കഴിയാത്ത പ്രായമുള്ള രോഗം പിടിച്ച ബാപ്പമാര് പോലും നമസ്കരിക്കാ പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാഴ്ച കാണുന്നവനാ. എന്നാലും പോകൂല, എന്നാലും പള്ളിയിൽ പോകൂല. കാരണം നിനക്ക് പണമാണ് വേണ്ടത്, കാരണം കച്ചവടമാണ് വേണ്ടത്. അല്ലാഹുവിനെക്കാളും വലുത് നിനക്ക് പണമല്ലേ വേണ്ടത്? നിനക്ക് അല്ലാഹയെക്കാളും വലുത് പണമായി പോയില്ലേ? നിന്റെ കടയായി പോയില്ലേ? നിന്റെ കടയിലെ കച്ചവടമായി പോയില്ലേ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് കട തന്നതാരാടോ? നിനക്ക് കച്ചവടം തരുന്നതാരാടോ? നിനക്ക് പണം തരുന്നതാരാടാ? ഇതെല്ലാം തന്ന അല്ലാഹുവിന് അതെടുത്ത് മാറ്റാൻ ഒരുപാട് നേരം വേണ്ടല്ലോ. ഇതെല്ലാം തന്ന അല്ലാഹുവിന് അത് തിരിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടല്ലോ. മോനെ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്താതെ വരുമ്പോ അല്ലാഹു തന്ന നിഅമത്തിനെ തിരിച്ചെടുക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടെന്ന് നീ മറന്നു പോകരുത്. അല്ലാഹയെക്കാളും വലുത് നിനക്ക് ദുനിയാവല്ലേ? മോനെ, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്നു. പള്ളിയിലതാ മൈക്കിലൂടെ നിസ്കാരത്തിന്റെ ഇഖാമത്ത് കൊടുത്ത് ഇമാമ ഓതുന്ന ശബ്ദം കേട്ടാൽ ആ പള്ളിയുടെ മുന്നിലിരുന്ന് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരാ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം, അതാ പടച്ചവനെ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ തന്റെ ഇരുകരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. ഇബ്രാഹിം നബി ആ മനുഷ്യനതാ, മൂസാ നബി ആ മനുഷ്യനെ കണ്ടുകൊണ്ടാണ് നടന്നു പോകുന്നത്. അവസാനം അവിടുന്ന് തിരിച്ചു വരുമ്പോഴും ഈ മനുഷ്യൻ അവിടെ തന്നെ ഇരുന്ന് ദുആ ചെയ്യുകയാ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് പറഞ്ഞു, അല്ലാഹ്, എത്ര നല്ല അടിമയാണ് റബ്ബേ,
കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. നാഥാ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. മഹാനായ മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. മൂസാ നബിയുടെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറയുകയാ, മൂസ നബിയേ, ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഇവൻ ഇവിടെ ഇരുന്ന് ദുആ ചെയ്ത് കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നു പോയതിനു ശേഷം അവന്റെ തലച്ചോറ് അവന്റെ കണ്ണിലൂടെ കലങ്ങി താഴെ വീടാൽ ഈ രണ്ട് കൈയുണ്ടല്ലോ, ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ദുആ ചെയ്ത് ഇവന്റെ രണ്ട് കൈയും അങ്ങ് ഒടിഞ്ഞു താഴെ വീണു. ഇവിടെ ഇരുന്ന് ദുആ ചെയ്തിട്ട് ഇവന്റെ നട്ടെല്ല് ഒടിഞ്ഞു പോയി. ഇതുപോലെ ഖിയാമത്ത് നാൾ വരെ ഇവരിവിടെ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹു ഇവന്റെ ദുആ സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവേ, മൂസാ നബി ചോദിക്കുന്നു, ജിബ്രീലേ, ഇവനെന്ത് പാപമാ ചെയ്തത്? ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കാ അത്ര വലിയ എന്ത് ദ്രോഹമാ ചെയ്തത്? നബിയേ, അല്ലാഹുവിനെക്കാളും ഇവൻ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവനാ നബിയേ. അവിടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, മോനെ, അല്ലാഹു തന്ന ആയുസ് പടച്ച റബ്ബിന് കൊടുക്കടാ. അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നന്ദിയുള്ള ഒരു അടിമയെ പോലെ ജീവിക്കൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ പടച്ചവനെ ശൈത്താനോട് ചോദിച്ചു, നിന്നെക്കാലം നശിച്ച ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ അവിടെന്ന് പടച്ചവനെ അവിടെന്ന് പറയുന്നുണ്ട്, ഇബ്ലീസിനോട് ചോദിച്ചു, നിന്നെക്കാലം നശിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് നബിയേ, എന്നെക്കാലം വഴിപിടച്ചവനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അവിടെന്ന് ചോദിച്ചു, ആരാടാ നിന്നെക്കാലം പിഴച്ചവന്? ആരാടാ നിന്നെക്കാലം വൃത്തികെട്ടവനാരാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു എന്തിനാ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാ അല്ലാഹു എന്നെ ഖിയാമത്ത് നാൾ വരെ ശപിച്ചത്? ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്തതിന്റെ പേരിലാ. ആദം നബി ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ട് ചെയ്യാത്തതിന്റെ പേരിലാ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനായത്, അല്ലാഹുവിന്റെ ശാപം വാങ്ങിയത്, അല്ലാഹു നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ആദം നബിയുടെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലാ. എങ്കിലും നബിയേ, നിസ്കരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാ നമസ്കരിക്കേണ്ടത്. ആദം നബിയുടെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരില് ഞാൻ ഇത്രയും മതപ്പതിച്ചവനായി പോയാ. അല്ലാഹുവിന്റെ മുന്നിൽ നന്ദി കാണിക്കാത്തവന് എന്നെക്കാലം പിഴച്ചവനാണ് നബിയേ. അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എടാ നിസ്കരിക്കാത്തവൻ ഇബ്ലീസിനെക്കാളും വൃത്തികെട്ടവനോ, ഇബ്ലീസിനെക്കാളും പിഴച്ചവനോ എന്നവിടെന്ന് നമുക്ക് ചരിത്രം പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകില്ലേ? അല്ലാഹുവിന് നന്ദി കാണിക്കാൻ മറന്നു പോകില്ലേ? അല്ലാതെ പടച്ചറപ്പ് തന്നിരിക്കുന്ന ജീവിതം സുഖിക്കാനാണെന്ന് കരുതുന്ന യുവത്വേ, ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉസ്താദേ നിങ്ങളെ പറയുന്നത് കേൾക്കാറുള്ളതല്ല. ഈ തുച്ഛമായ കാലത്ത് ഈ ജീവിതമുണ്ടല്ലോ, ഇതടിച്ചു പൊളിക്കാനുള്ളതോ, ആസ്വദിക്കാനുള്ളതോ, ഭാര്യക്കും മക്കൾക്കും കൊടുക്കാറുള്ളതോ, കൂട്ടുകാർക്കും കൂടപ്പിറപ്പുകൾക്കും കൊടുക്കാറുള്ളതോ, പല സംഘടനകൾക്കും കൊടുക്കാനുള്ളതോ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ,
ഒരിക്കലും അങ്ങനെ പറയല്ലേ പൊന്നുമോനെ. എടാ അല്ലാഹു തന്ന ആയുസ് അല്ലാഹുവിനുള്ളതാണ്. അതാവതാ 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സഅദ് എന്ന് പറയുന്ന കറുത്തിരുണ്ടിരിക്കുന്ന മുടിയല്ല ചുരുണ്ടുപോയ, കാണാൻ സുന്ദരനില്ല, കാണാൻ സൗന്ദര്യമില്ലാത്ത പാവപ്പെട്ടവനായ സഅദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സ്വർഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഅദ് എന്ന് പറയുന്ന കാണാൻ അഴകില്ല, കാണാൻ സുന്ദരനല്ല, മുടിയെല്ലാം ചുരുണ്ടുപോയ കറുത്തവനായ പാവപ്പെട്ടവനായ സഅദ് ഉണ്ടല്ലോ, പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്നിട്ട് ചോദിക്കുകയാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സൗന്ദര്യം നോക്കിയിട്ടല്ല അല്ലാഹു സ്വർഗം കൊടുക്കുന്നത്. നീ ചോദിക്കാറുള്ള കാരണമെന്താ? നീ ചോദിക്കാറുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയേ. ഇസ്ലാം ദീന പൂർത്തിയാകണമെങ്കിൽ നബിയെ വിവാഹം കഴിക്കണമല്ലോ, അതങ്ങയുടെ സുന്നത്താണല്ലോ. ഞാൻ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് വിവാഹ ആലോചന നടത്തിയ സൗന്ദര്യമില്ലാത്തതിന്റെ പേരില്, പാവപ്പെട്ടവനായി പോയതിന്റെ പേരില് എന്നെ ആട്ടിയിറക്കുന്നു നബിയേ, എന്നെ കളിയാക്കുന്നു നബിയേ. ഒരു മനുഷ്യനും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല നബിയേ. സൗന്ദര്യവും പണവുമില്ലാത്തതിന്റെ പേരില് എല്ലാവരും എന്നെ ഇറക്കി വിടുകയാണെന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കറുത്തവനായ സഅദ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅദ്, നിനക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം കഴിക്കണം നബിയേ. എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ച മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരം നിനക്കറിയുമോ സഅദ്? അറിയാ നബിയേ. ഈ കോടീശ്വരന്റെ വീടറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിച്ചു, നിനക്കറിയുമോ? അറിയാം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുത്തു, സഅദ്, അദ്ദേഹത്തിനൊരു മകളുണ്ട്, അദ്ദേഹത്തിനൊരു സുന്ദരിയായ മകളുണ്ട്. ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് നീ വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കു സഅദ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെന്ന് പറയുന്ന, നബിയെ, എന്നെ പരിഹസിക്കുകയാണോ? അങ്ങ് എന്നെ കളിയാക്കുകയാണോ? പാവപ്പെട്ടവൻ പോലും എനിക്ക് കെട്ടിച്ചു തരുന്നില്ല നബിയെ. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ തന്റെ സുന്ദരിയായ പൊന്നുമോൾ ഈ പാവപ്പെട്ടവനായ സൗന്ദര്യമില്ലാത്ത എനിക്ക് വിവാഹം കഴിച്ചു തരുന്നത്? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ഞാനാ പറയുന്നത് പോയി ചോദിക്കു സഅദ്, ഞാനാ പറയുന്നത് പോയി ചോദിക്കു സഅദ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു വിടുമ്പോ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സമ്പന്നന്റെ കൊട്ടാരത്തിന്റെ വീടിന്റെ മുന്നിൽ കടന്നു ചെന്നിട്ട് അവിടെന്ന് സലാ പറയുകയോ, അവിടെന്ന് സലാ പറയുകയോ. പടച്ചവനെ കവാടം തുറന്ന് അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇറങ്ങി വരികയാണ്. അവിടെ ഇറങ്ങി വരികയോ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോഴേ മുഖം ചുളിയുന്നുണ്ട്. കാരണം നല്ല വസ്ത്രമില്ല, കാണാ സൗന്ദര്യമില്ല, പാവപ്പെട്ടവനാണല്ലോ. ഇവൻ എന്തിനാ എന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നത്? അവിടെ നിന്ന് ചോദിച്ചു, എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, മനുഷ്യ, എനിക്ക് നിങ്ങളുടെ പൊന്നാര മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുവോ? സുബ്ഹാനല്ലാഹ്. അംർ ഇബ്നു വഹബിന്റെ കൈകാലുകളെ വിറയ്ക്കാൻ തുടങ്ങി. വല്ലാത്ത കോപം വന്നു. എങ്ങനെ ധൈര്യം വന്നടാ എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പെണ്ണു ചോദിക്കാ? നിനക്കെങ്ങനെയാടാ ധൈര്യം വന്നത്? അല്ലാഹുവേ, അവിടെ നിന്ന് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ദേഷ്യപ്പെടുകയാ. സഅദ് വിളിച്ചു പറയുന്നു, എന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടു
വിട്ടതാ. ഇറങ്ങടാ എന്റെ വീടിന്റെ വെളിയിൽ, എനിക്ക് നിനക്കെന്റെ പൊന്നുമോളെ ഞാൻ വിവാഹം കഴിച്ചു തരില്ലടോ, ഇറങ്ങടാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ആടിയിറക്കുമ്പോ അവിടെ നിന്ന് ആട്ടിയിറക്കുകയാണ്. പടച്ചവനെ അമ്രുബിന് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുന്ദരിയായ പൊന്നുമോൾ ഈ കാഴ്ച മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, വാപ്പയോട് മകള് ചോദിക്കുന്നു, വാപ്പാ കാണിച്ചതൊരിക്കലും ശരിയായില്ല വാപ്പോ, എന്തിനാ മനുഷ്യനെ ആട്ടിയിറക്കിയത്? അവന് പണമില്ലാത്ത പേരിലാണോ, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലാണോ, നല്ല വസ്ത്രമില്ലാത്തതിന്റെ പേരിലാണോ? വാപ്പാ, അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞു വിട്ടത്. മുത്തുനബി പറഞ്ഞു വിടണമെങ്കിൽ കാരണമില്ലാതെ പറഞ്ഞു വിടൂല. അവന് പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും നബി അതവിടെന്ന് പറയുന്നു, വാപ്പാ എനിക്കവനെ വിവാഹം കഴിക്കാ സമ്മതമോ? അതുകൊണ്ട് ചെന്നിട്ട് സമ്മതമാണെന്ന് പറയാറ് തന്റെ പൊന്നാരമകള് തന്റെ പിതാവിനെ ഉപദേശിക്കുകയാണ്. അവസാനം അംറുബിന് വകുപ്പുണ്ടല്ലോ, വീട്ടിൽ നിന്ന് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാ. നബിയേ, അങ്ങ് പറഞ്ഞു വിട്ടതാണെങ്കിൽ എനിക്ക് സമ്മതമാണ് നബിയേ. അതാ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് സമ്മതം പറയുകയാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅദേ, നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു സഅദേ. ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളോ, ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണോ, അതുകൊണ്ട് നീ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കാറ്. അതാ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവനാണ് നബിയേ, മഹർ വാങ്ങാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് 3 സഹാബികളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. മഹാനായ ഉസ്മാൻ തങ്ങള്, അലിയാർ തങ്ങള്, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു 3 പേരുടെ വീട്ടിൽ കടന്നു ചെന്നിട്ട് 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ടുവരാറ്. 200 ദിർഹം വെച്ച് വാങ്ങിയിട്ട് വരാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു വിടുകയാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 സഹാബികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവസാനം 600 ദിർഹവുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅദ്, നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു സഅദ്. എത്ര കാലത്തെ അഭിലാഷമാണ് സഅദ്. അതുകൊണ്ട് അതാ കമ്പോളത്തിലേക്ക് കടന്നു ചെന്നിട്ട് നിനക്ക് മണിയറയിൽ ധരിക്കാനുള്ള, നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 600 ദിർഹം കയ്യിൽ കൊടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അവസാനം കമ്പോളത്തിലേക്ക് കടന്നു ചെന്നു. താളമണിയറക്കകത്തേക്ക് പുതുമണവാട്ടിയുടെ മുന്നിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി, തന്റെ മണവാട്ടിക്ക് ധരിക്കാൻ കൊടുക്കുന്നതിന് വേണ്ടി സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്നിങ്ങനെ വസ്ത്രങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാ. തനിക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കിടന്നു വന്നിരിക്കുകയാണ്, എല്ലാവരും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാ. നാളെ വിവാഹ പന്തലിലേക്ക് കടന്നു പോകേണ്ട സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തനിക്കും തന്നെ മണവാട്ടിക്കും ധരിക്കാനുള്ള വസ്ത്രം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കാനൊന്നുമില്ലായിരുന്നടോ, അവിടെന്ന് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. വാങ്ങിയ വസ്ത്രം അവിടെന്ന് തിരിച്ചു കൊടുക്കുകയാ. എന്നിട്ട് 600 ദിർഹവുമായി കടന്നു ചെന്നു. ഒരു കുതിരയെ വാങ്ങുകയാണ്, ഒരു വാള് വാങ്ങുകയാണ്, ഒരു പരിച വാങ്ങുകയാണ്, ഒരു പടയങ്കി വാങ്ങുകയാണ്, ഒരു തലപ്പാവ് വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പടച്ചവനേ,
തലപ്പാവ് കൊണ്ട് തന്റെ കണ്ണടിക ബാക്കി മുഖമെല്ലാം മറക്കുകയാണ്. 2 കണ്ണുകൾ മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ അവിടുന്ന് തലപ്പാവ് കൊണ്ട് തന്റെ മുഖം മറച്ചിട്ട് കുതിരയുടെ മുകളിൽ കയറിയിട്ട് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ നാഗടത്തിലേക്ക് പായുകയോ. സഹാബികൾ നോക്കുമ്പോ ശത്രുക്കളുടെ ഇടയിലേക്ക് മുഖം മറച്ച ഒരു ചെറുപ്പക്കാരൻ പാഞ്ഞു കയറുകയാണ്. പടച്ചവനെ, ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കുകയാ. കണ്ടുകൊണ്ടിരുന്ന സ്വഹാബത്ത് പറയുന്നു, മലക്കാണെന്ന് തോന്നുന്നു, അതൊരു മനുഷ്യനല്ല. ആ മുഖം മറച്ചിരിക്കുന്ന വ്യക്തിയാരോ? എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അവസാനം യുദ്ധം കഴിഞ്ഞപ്പോ സഹാബികള് തിരഞ്ഞു നടന്നടാ ചെറുപ്പക്കാരോ. സഹാബികളെ തിരഞ്ഞു നടക്കുകയാണ്. മുഖം മറച്ച മനുഷ്യനാരാ? മുഖം മറച്ച മനുഷ്യനാരാ? സുബ്ഹാനല്ലാഹ്. ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് 93 94 വെട്ടുകളുണ്ട്. ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ രണാങ്കണത്തിൽ കിടക്കുകയാണ്. സഹാബികൾ ഓടി ചെന്നിട്ടാരാ അവിടത്തെ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങഴിക്കുമ്പോ നാളെ വിവാഹ പന്തലിലേക്ക് കടന്നു പോകണ്ട, മണിയറയ്ക്കകത്തേക്ക് കടന്നു പോകേണ്ട. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കിടന്നു വന്നു. സഅദിനെ പിടിച്ച് തന്റെ മടിയിൽ കിടത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഅദേ, എന്തിനാ നീ മുഖം മറച്ചത്? യാ റസൂലല്ലാഹ്, എന്നെ കണ്ടാ തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ നബിയേ. എന്റെ വിവാഹത്തിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ നബിയേ. അങ്ങ് അറിയാതിരിക്കാനാണ് ഞാൻ എന്റെ മുഖം മറച്ചു വെച്ചത്. അള്ളാന്റെ റസൂല് ചോദിച്ചു, നാളെ നിന്റെ വിവാഹമല്ലേ? എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു. നിന്നെയും കാത്തൊരു സുന്ദരിയായ പെണ്ണ് കാത്തിരിക്കുന്നല്ലോ. എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, നാളെ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ പറയാൻ എന്തെങ്കിലും വേണ്ടേ നബിയേ? രക്ഷപ്പെടുന്നതിന് വേണ്ടി കയ്യിൽ എന്തെങ്കിലും വേണ്ടേ നബിയേ? സ്വർഗത്തിൽ കടന്നു പോകാൻ എന്തെങ്കിലും വേണ്ടേ നബിയേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, അവസാനം ആ ചെറുപ്പക്കാരന്റെ നാങ്കണത്തിൽ കിടന്ന് വഫാത്താവുകയോ. അവിടത്തെ ജനാസ കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ച് കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ചിരിക്കുകയോ. മോനെ, ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാ. സഹാബികൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. പ്രവാചകന് പെട്ടെന്ന് പെട്ടെന്ന് തരതിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ഖബറിന്റെ ചാരത്ത് നിന്ന് പുഞ്ചിരിച്ചല്ലോ നബിയേ, മുഖം തിരിച്ചല്ലോ നബിയേ, എന്താണ് ഇതിന്റെ കാരണമെന്ന് പ്രവാചകരോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, സഹാബാ, സഅദിന്റെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ സഅദിന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുകയാ. എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, ഈ ചെറുപ്പക്കാരനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ പരസ്പരം കിടന്ന് മത്സരിക്കുകയാണ്. സഹാബാ, പരസ്പരം അവര് കിടന്ന് മത്സരിക്കുകയാണ്. അവര് കിടന്ന് വഴക്ക് കൂടുകയാണ്. ആ സമയത്തതാ ഒരു ഹൂറില്ലീങ്ങളായ ഒരു പെണ്ണിന്റെ മടം പങ്കാളി വെളിവായി. സഹാബ കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്റെ മുഖം തിരിച്ചതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ആർക്കെങ്കിലും കൊടുക്കാനുള്ളതല്ലടാ, അല്ലാഹുവിന് കൊടുക്കടാ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുതിഗാ മർളാത്തില്ലാഹ്
വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിന് നിന്റെ ജീവിതം കൊടുത്തിട്ട് പടച്ചവന്റെ സ്വർഗം വാങ്ങിയിട്ട് കടന്നു പോകാൻ കഷ്ടപ്പെടു ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്കൊന്നേ പറയാറുള്ളൂ, അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകളുണ്ടല്ലോ, നിന്റെ കഴിവ് കൊണ്ടല്ല അല്ലാഹു നിനക്ക് വീട് തന്നത്, നിനക്ക് പണം തന്നത്, നിനക്ക് കച്ചവടം തന്നത്, നിന്റെ മക്കൾക്ക് നല്ല ജീവിതം കൊടുത്തത്, നിനക്ക് കണ്ണ് തന്നത്, കൈ തന്നത്, കാല് തന്നത്. അല്ലാഹു നിന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടല്ലോ, അല്ലെങ്കിൽ നിന്റെ കഴിവ് കണ്ടിട്ടല്ലോ. അത് അല്ലാഹു നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു നിഅമത്തോ, അല്ലാഹു നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമോ. നന്ദികേട് കാണിച്ചാ നിന്റെ കീഴില് ജോലി ചെയ്യുന്ന ഒരുത്തരു നീ ശമ്പളം കൊടുക്കുന്ന, നിന്റെ കീഴില് ജോലി ചെയ്യുന്ന ഒരുത്തൻ നീ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുവോ? അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമല്ലോ. എന്തിനാ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ എന്തെങ്കിലും നിനക്കെതിരായി ചെയ്തോ നിനക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന നിന്റെ മക്കള് ചെയ്താ നിനക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. എങ്കിലും മനുഷ്യ, നിന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും ഇഷ്ടപ്പെടാതെ നിന്റെ വാപ്പയെക്കാല് നിന്റെ ഉമ്മയെക്കാല് നിന്നെ സ്നേഹിക്കുന്ന പടച്ച റബ്ബുണ്ടല്ലോ. ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചാ സഹിക്കുവോടാ പൊന്നുമോര്, സഹിക്കുവോ വാപ്പാ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാണ് ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യണ ഒരാള് നീ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അവനെ ചീത്ത വിളിക്കും, പൊക്കോട പണിയില്ല, ഇറക്കി വിട്ടു. കൂടെ കിടക്കുന്ന പെണ്ണും പുള്ള ഭർത്താവ് പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഇഷ്ടപ്പെടൂല. സ്വന്തം മക്കള് വാപ്പായ്ക്കും ഉമ്മായ്ക്കും എതിരെ പറ്റൂല. എങ്കിൽ ഇതുവരെക്കാല എല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹു ആ റബ്ബിനോട് നന്ദികേട് കാണിച്ച സഹിക്കുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.